നമുക്കൊരു അടമാങ്ങ അച്ചാറുണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് മാങ്ങ ഉപ്പ് പുരട്ടി വെയിലത്ത് വെച്ച് ഒരു 2 ദിവസം ഉണക്കിയതാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ മുളക് പൊടി, സാധാ മുളക് പൊടി അത് ഇട്ട് നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവപ്പൊടി, കായപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കടുക് പരിപ്പ് പൊടിച്ചത്, ഇതൊക്കെ കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാട്ടോ. ഇതിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ആവശ്യാനുസരണം എടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ അതേ എല്ലാ പൊടികളും ഇട്ട് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ ഉപ്പ് പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയ മാങ്ങ, അത് 2 ദിവസം ഉണക്കിയിട്ടുള്ളൂ കേട്ടോ, ആ മാങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അതേ ഇളക്കി വന്നതിന് ശേഷം പിന്നെ അച്ചാർ റെഡിയായി. പിന്നെ കുറച്ച് ചൊറുക്കയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ടിന്നിലാക്കി സൂക്ഷിക്കാം, ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പോൾ ഇതിലധികം ചാറൊന്നും ഉണ്ടാവില്ല, നല്ല കുറുകിയ പരിവായിരിക്കേ.